ഗൂഗിളിൽ ചെന്നിട്ട് ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്കാംസ് എന്നടിച്ചു നോക്കി. കഴിഞ്ഞ 20 വർഷമായിട്ട് രാഷ്ട്രീയക്കാർ അടിച്ചു മാറ്റിയ കാശ് എത്രയെന്നറിയോ? ചുമ്മാ ലക്ഷക്കണക്കിന് കോടികളല്ലേ. ഇങ്ങനെ കൊള്ളയടിച്ച കാശില് 0.001% നമ്മുടെ നാട്ടിലുള്ള ബേസിക് ഗ്രൗണ്ട് ലെവൽ പ്രോബ്ലംസിന് ചെലവ് ചെയ്താ. ഫോർ എക്സാമ്പിൾ, ഒരു കുഴൽക്കിണറിനകത്ത് കുട്ടി വീണപ്പോ ചൈന 1 മണിക്കൂർ കൊണ്ടാ പുറത്തെടുത്തത്. നമ്മുടെ നാട്ടിലോ ഒരു പ്രൊക്ലൈനർ കൊണ്ടുവന്ന് 3 ദിവസം കൊണ്ട് തോണ്ടി 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 കൊച്ചിന് ജീവനോട് കിട്ടുമെന്ന് പോലും ഗ്യാരണ്ടിയില്ല. കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളം, പണിയുന്ന റോഡ്, മരുന്നിനുള്ള ആശുപത്രി, എന്തിന് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള അത്യാവശ്യ വസ്തുക്കൾ പോലും. ഇങ്ങനെ കൊള്ളയടിച്ചു കൂട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾക്കെല്ലാം ചെയ്തൂടെ? നമ്മുടെ നാട്ടിലുള്ള ഓരോ സിറ്റിസന്റെയും ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ വാങ്ങിയിട്ട് അവന്റെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവൻ എത്രയാണ് ദിവസം സമ്പാദിക്കുന്നത്, അവൻ എത്രയാണ് സേവ് ചെയ്യുന്നത്, ചെലവെന്താണ്, ലാഭം എത്രയാണ്, അങ്ങനെ ഓരോ കണക്കുകളും. AC റൂമിനുള്ളിൽ കാപ്പി കുടിച്ചോണ്ടിരുന്ന് മിനിറ്റ് ആയിട്ട് കണക്കൂട്ടുന്നില്ലേ? തെറ്റില്ല. ഫൈനാൻഷ്യൽ ട്രാൻസ്പെറൻസി. അതുപോലെ ടാക്സിന്റെ പേരും പറഞ്ഞ് വർഷം തോറും നിങ്ങൾക്ക് ലക്ഷവും കോടികളും തരുമ്പോ സാധാരണക്കാര് ഭാഗ്യമുള്ളവരാ, മിഡിൽ ക്ലാസ് അതിലും ഭാഗ്യമുള്ളവരാ. ബഡ്ജറ്റ് എന്ന് ചില കളികൾ ഇറക്കില്ലേ നിങ്ങള്? അതിന്റെ യഥാർത്ഥ കണക്കുകളൊന്നും ഞങ്ങളോട് പറയില്ലല്ലേ സാറേ? എന്താ, ഗവൺമെന്റിന്റെ ആധാർ കാർഡും പാൻ കാർഡും ഞങ്ങൾക്ക് തരില്ലല്ലേ? ഓരോ മണ്ഡലത്തിനും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ, എന്നിട്ട് അതിന്റെ പാൻ കാർഡ് ഞങ്ങൾക്ക് താ. ഞങ്ങൾ ലുങ്കിയൊക്കെ കൊടുത്ത് വീട്ടിലിരുന്ന് കാപ്പിയും കുടിച്ച് മൊബൈലൊക്കെ നോക്കി മിനിറ്റ് നിങ്ങളുടെ ട്രാൻസാക്ഷൻ നോക്കിക്കൊണ്ടിരിക്കില്ലേ?